شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ഖിയാമ ആണ്. മരണസമയത്തെക്കുറിച്ച് പറയുന്ന ആയത്തുകളാണ് നമ്മുടെ ചർച്ചാ വിഷയം. ആ സമയത്തെ ഭയാനകതകൾ അല്ലെങ്കിൽ ഭീകരതകൾ അല്ലാഹു തആല വരച്ചു കാട്ടുന്ന ചില ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. كلا إذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. 26 മുതൽ 30 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഓതിയത്. ഇതിൽ 26 മുതൽ 29 വരെ എന്ന് പറയുന്നത് ആ മരണസമയത്തുള്ള ഇതുവരെയുള്ള ആയത്തുകൾ മരണസമയത്തുള്ള രംഗത്തെക്കുറിച്ചാണ്. നമ്മളത് പറഞ്ഞു. മനുഷ്യൻ മരിക്കാൻ പോകുന്ന സമയത്ത് കാലുകൾ പരസ്പരം കൂട്ടി ഇടിക്കുകയും അല്ലെങ്കിൽ പിണയുകയും ആരാണ് ഇനി എന്നെ രക്ഷിക്കാൻ എന്ന് അന്വേഷിക്കുകയും മന്ത്രിക്കാൻ വരെ ആളുണ്ടോ എന്ന് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സമയം, അള്ളാഹു നമുക്ക് ആ സമയം എളുപ്പമാക്കി തരട്ടെ. പിശാച് ആ സമയത്ത് വല്ലാതെ നമ്മളെ പിഴപ്പിക്കാൻ ശ്രമിക്കും എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി പറഞ്ഞു വെച്ചത്. നമ്മൾ ജാഗരൂകരായിരിക്കണം. ആ പിശാചിൻ്റെ ആ സമയത്തുള്ള ഷർറിൽ നിന്നും പ്രത്യേകം കാവൽ ചോദിക്കണം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചു. അത്തഹിയാത്തിൽ ഓതേണ്ട ദിക്റടക്കം നമ്മൾ പറഞ്ഞിരുന്നു. അതിനുശേഷം അത്തഹിയാത്തിൽ ആ ദിക്റുകൾ ഓതുമ്പോൾ മനസ്സറിഞ്ഞ് അർത്ഥം ആലോചിച്ച് ചൊല്ലാൻ നിങ്ങൾക്ക് കഴിയാറുണ്ടാകും എന്ന് ഞാൻ ആശ്വസിക്കുകയാണ്. ഏതായാലും മനുഷ്യൻ മരിക്കുന്ന സമയം ഇവിടുന്ന് അങ്ങോട്ട് വിട്ടുപോവുകയാണ്. വദന്ന അന്നഹുൽ ഫിറാഖ്, ദുനിയാവെന്ന് വിട്ടുപോവുകയാണ്, ഇതൊരു വേർപാടാണ് എന്ന് ഉറപ്പിക്കുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയം അതിഭീകരമാണ്. മനുഷ്യൻ ആ സമയത്ത് അതീന്ദ്രിയമായ പലതും അവന് കാണാൻ കഴിയും എന്നൊക്കെ ഹദീസുകളിൽ നിന്നും ഖുർആനിൽ നിന്നും മനസ്സിലാക്കാം. ഖുർആൻ ഹദീസുകൾ പലതും ഈ രൂപത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. അതായത് കഴിഞ്ഞത് മുഴുവൻ അവന് കാണും, ഇനി അവന് പോകാനുള്ളതും അവന് കാണും. ഇതുവരെ അവൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാതിരുന്ന പലതും കാണുന്ന ഒരു പരുവത്തിലേക്ക് അവൻ ഈ സമയത്ത് എത്തിയിരിക്കും. അപ്പോൾ ആ ഒരു സമയമാണ് പിശാചും മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആകെ ആ സക്കറാത്തിൻ്റെ ബേജാറിൽ വെപ്രാളത്തിൽ ആ ഒരു സമയത്ത് ഒരു കപ്പിൽ വെള്ളവുമായി വന്ന്, എന്നാ നീ വെള്ളം കുടിച്ചോ, ഈ വെള്ളം കുടിച്ചാൽ നീ ഈ വെള്ളം കുടിച്ചിട്ട് മരിച്ചോ, നിനക്ക് ദാഹിക്കണില്ല ഇപ്പോൾ, നീ ഞാൻ പറഞ്ഞതുപോലെ കേട്ടാൽ നിനക്ക് ഞാൻ ഈ വെള്ളം തരാം എന്ന് പറയുകയും വ്യാമോഹിപ്പിക്കുകയും അഥവാ പറഞ്ഞാൽ തന്നെ ഈ വെള്ളം കൊടുക്കാതിരിക്കുകയും ചെയ്യുകയാണ് പിശാച് ചെയ്യുന്നത്. പിശാച് പറയുമ്പോൾ ഇവൻ്റെ അടുത്ത് വന്നിട്ട് നീ ജൂതനോ അല്ലെങ്കിൽ ക്രൈസ്തവനോ ഒക്കെ ആയി മരിച്ചോ, അതാണ് നല്ല മതം, അതാണ് സത്യം. മരണത്തിൻ്റെ ആ സക്കറാത്തിൽ എന്താണ് പറയുക, ആകെ ബേജാറായി വെപ്രാപ്പെട്ട് നിൽക്കുന്ന മനുഷ്യന് ചിലപ്പോൾ അതിന് വഴങ്ങിയത് വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. ഈ നിലക്ക് മനുഷ്യനെ പിഴപ്പിക്കുന്ന പിശാച്, അതുപോലെ തന്നെ വേറെയും ഒരുപാട് ഭീകരതരമായ രംഗങ്ങളുള്ള ആ മരണരംഗം, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. സൂറത്ത് ആല് ഇമ്രാനിൽ 8-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല ഒരു ദുആ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കിയ ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ വഴിതെറ്റിക്കരുതേ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ വഴിതെറ്റിക്കരുതേ. ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങൾക്ക് നീ സന്മാർഗം നൽകിയ ശേഷം. ഇത് നമ്മളെപ്പോഴും പതിവാക്കേണ്ട ഒരു ദുആയാണ്. മരണസമയത്ത് ഇബ്ലീസിന്റെ ശർറിൽ നിന്നും രക്ഷപ്പെടാനും ഈമാൻ സലാമത്താവാനും ഒക്കെ ഈ ദുആ ഉപകരിക്കും എന്ന് പണ്ഡിതന്മാർ പറയുന്നു.
സന്മാർഗം കിട്ടിയതിന് ശേഷം, മുസ്ലിങ്ങളായതിനു ശേഷം പിന്നെ ഫൈനൽ പോയിന്റിൽ വെച്ചിട്ട് അല്ലേ, ആ പിന്നെന്താണ് പറയുക, മരണസമയത്ത് വെച്ചിട്ട് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം ഗൗരവതരമാണ്. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ, ആമീൻ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്ന മറ്റൊരു ദുആയാണ് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന തമ്പുരാനെ, നീ ഞങ്ങളെ നിന്റെ ദീനിന്റെ മേൽ ഉറപ്പിച്ചു നിർത്തണമേ. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. വിശ്വാസിയായ മുഅ്മിനായ നല്ല മനുഷ്യന്റെ മരണവും അല്ലാത്തവരുടെ മരണവും ഒക്കെ ഹദീസുകളിൽ കൃത്യമായി വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ്. അദ്ദേഹം പറയാണ്, ഞങ്ങൾ അൻസാരികളിൽപ്പെട്ട ഒരാളുടെ ജനാസയുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമുണ്ട്, ഞങ്ങളെ കൂടെ പുറപ്പെട്ടു. അങ്ങനെ ഖബറിൻ്റെ അടുത്തെത്തി. ഖബർ കുഴിക്കൽ മുഴുവനായിരുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഒരിടത്ത് ഇരുന്നിട്ട് ഞങ്ങളും ചുറ്റും ഇരുന്നു. ഞങ്ങളുടെ തലകൾക്ക് മുകളിൽ പക്ഷികളുള്ളതുപോലെ ഞങ്ങളിരുന്നു. എന്ന് പറഞ്ഞാൽ അത്രയും ശാന്തമായി, തലയളക്കാതെ അനക്കാതെ പരിപൂർണ്ണ അച്ചടക്കത്തോടുകൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും ഞങ്ങളും ഇരുന്നു. വളരെ ശ്രദ്ധിച്ചിരിക്കുകയാണ് ഞങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണോ പറയുന്നത്, എന്താണോ കാണിക്കുന്നത്, അത് കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും ഇരിക്കുകയാണ് ഞങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയ്യിൽ ഒരു വടിക്കഷ്ണമുണ്ടായിരുന്നു. ആ വടി കൊണ്ട് മണ്ണിലിങ്ങനെ കുത്തുകയാണ്. അങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചിങ്ങനെ ആ വടി കൊണ്ട് മണ്ണിൽ കുത്തിയതിന് ശേഷം തല ഉയർത്തിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം ഖബറിലെ ശിക്ഷയിൽ നിന്ന്. ഇത് 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ചു എന്നാണ്. നിങ്ങൾ ഖബറിലെ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം ചോദിക്കുക. ഇത് 3 തവണ പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സത്യവിശ്വാസിയായ ഒരു അടിമ ദുനിയാവുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്ന സമയത്ത്, പരലോകത്തെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ആകാശത്ത് നിന്ന് ചില മലക്കുകൾ ഇറങ്ങി വരും. അവരുടെ മുഖങ്ങൾ സൂര്യനെ പോലെ ജ്വലിക്കും എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള, നല്ല കാണാൻ സുന്ദരന്മാരായ നല്ല രൂപത്തിലായിരിക്കും മലക്കുകൾ വരിക. അവരുടെ കൈകളിൽ സ്വർഗത്തിലെ കഫൻ ഫുഡുകൾ ഉണ്ടാവും, സ്വർഗത്തിലെ സുഗന്ധവസ്തുക്കൾ ഉണ്ടാവും. ഇവർ വന്നിട്ട് ഇവൻ്റെ കൺവട്ടത്ത്, ഇവനെ കാണുന്നിടത്ത് ഇവർ വന്നിരിക്കും. മരണത്തിൻ്റെ മലക്ക് അവൻ്റെ തലയുടെ അടുത്ത് വന്നിരിക്കും. എന്നിട്ട് പറയും, പരിശുദ്ധാത്മാവെ, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും അവൻ്റെ സംതൃപ്തിയിലേക്കും നീ പുറപ്പെട്ടു കൊള്ളുക. ഇങ്ങനെയാണ് മുഅ്മിനീങ്ങളെ ആളുകളോട് മലക്കുൽ മൗത്ത് എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറയാണ്, ഒരു നീണ്ട ഹദീസാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ മലക്കിത് പറയുമ്പോൾ ആ റൂഹ് പുറപ്പെടും. അങ്ങനെ അതൊരു പാത്രത്തിൻ്റെ വായ്ഭാഗത്ത് നിന്ന് വെള്ളത്തുള്ളി ഒലിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായി ഒരു പ്രയാസവുമില്ലാതെ ആ റൂഹ് അങ്ങനെ ഒഴുകും. അപ്പോൾ ആ മലക്ക് അതിനെ പിടിക്കും. മനസ്സിലാവുണ്ടോ? ഒരു പാത്രത്തിൽ നിന്ന്, അതിൻ്റെ ഒരു പാത്രത്തിൻ്റെ വായ്ഭാഗത്ത് നമ്മൾ വെള്ളം ഇങ്ങനെ ഒഴിച്ചാൽ അങ്ങനെ ഉണ്ടാവും, വെള്ളത്തുള്ളി ഇങ്ങനെ ചെറുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ ഒലിക്കൂലേ, ഒരു പ്രയാസമില്ലാതെ ഒഴുകൂലേ. അത്രയും പ്രയാസരഹിതമായി ആ മലക്ക് ആ റൂഹിനെ പിടിക്കുകയും, പിടിച്ചു കഴിഞ്ഞാൽ ഇമ വെട്ടുന്ന സമയം കൊണ്ട് കൂടെയുള്ള മലക്കുകളെ ആ റൂഹ് ഏൽപ്പിക്കുകയും ചെയ്യും. അവർ എന്ത് ചെയ്യും? ആ ആത്മാവിനെ പിന്നെ അവർ കൂടെ കൊണ്ടുവന്ന സ്വർഗത്തിലെ കഫൻപുടയിൽ സ്വർഗീയ സുഗന്ധങ്ങളോട് കൂടി വെക്കുകയും അത് പൊതിയുകയും, എന്നിട്ട് ഏറ്റവും ഉയർന്ന ഭൂമിയിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ല കസ്തൂരിയുടെ ഒരു മണം അതിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്യും. ഏറ്റവും നല്ല കസ്തൂരി അവർ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന എന്താണ് പറയുക, സുഗന്ധമാണത്. അപ്പോൾ സാധാരണ കസ്തൂരിയുടെ മണക്ക് ഒരുപാട് ഒറിജിനൽ കസ്തൂരി മണത്ത ആളുകൾക്കറിയാം. പക്ഷെ അതിനേക്കാളും ഒക്കെ ദുനിയാവിലുള്ള അതിനേക്കാളും ഒക്കെ വളരെ വിശിഷ്ടമായ സ്വർഗത്തിലെ കസ്തൂരി കൊണ്ട് അതിനെ മണപ്പിക്കുകയും അങ്ങനെ ആ മലക്കുകളുടെ സംഘം ആ ആത്മാവുമായി ആകാശത്തേക്ക് കയറുകയും ചെയ്യുന്നതാണ്. ആകാശത്തെത്തുന്ന സമയത്ത് ഓരോ സംഘവും ചോദിക്കുമത്രേ, ഓരോ ആകാശത്തുമുള്ള മലായിക്കത്ത് ചോദിക്കുമത്രേ, ആരാണ് നിങ്ങളെ കൊണ്ടുവരുന്ന പരിശുദ്ധമായ ആത്മാവ്? അപ്പോൾ അദ്ദേഹം ഈ ലോകത്ത് അറിയപ്പെട്ടിരുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പേര് കൊണ്ട് മലക്കുകൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുക്കും. അങ്ങനെ അവർ പോയി എന്താണ് പറയുക, ആകാശങ്ങൾ തുറക്കാൻ ആവശ്യപ്പെടുകയും എല്ലാം തുറന്നു കൊടുക്കുകയും ഓരോ ആകാശത്തേക്കും അവർ അദ്ദേഹത്തെ കൊണ്ടുപോവുകയും അവസാനം അവരുടെ ഇല്ലിയീൻ എന്ന് പറഞ്ഞ സജ്ജനങ്ങളായ ആളുകളുടെ ആത്മാവ് സൂക്ഷിക്കുന്ന ആ സ്ഥലത്ത് അവരതിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയും ചെയ്യും. പിന്നെ താഴെ ഭൂമിയിൽ ഖബറിൽ കിടക്കുന്ന ആ ദേഹത്തിലേക്ക് ആവശ്യാനുസരണം ആ റൂഹിനെ അല്ലാഹു തആല മടക്കി കൊടുക്കുകയും ചെയ്യും.
ആ ഹദീസിന്റെ ബാക്കി തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇവനെ ഖബറിൽ വെച്ച് കൊണ്ടുപോയി കഴിഞ്ഞ ശേഷം മലക്കുകൾ വരും, എന്നിട്ട് അവനെ എഴുന്നേൽപ്പിച്ചിരുത്തും. അവർ രണ്ടുപേരും ചോദിക്കും, മൻ റബ്ബുക, അല്ലെ, വമാ ദീനുക. നമ്മൾക്കൊക്കെ അറിയാവുന്ന ചോദ്യങ്ങളാണ്. ഇപ്പം അതിന് ചോദ്യോത്തരമൊക്കെ നമുക്കറിയാം. അള്ളാഹുവേ, ആ സമയത്ത് അത് പറയാനുള്ള തൗഫീഖ് തരണേ റബ്ബുരാനെ. ഇപ്പം നമ്മളത് എത്ര കാണാതെ പഠിച്ചിട്ടും ഇമ്പോസിഷൻ എഴുതിയിട്ടൊന്നും ഒരു കാര്യമില്ല. ആ സമയത്ത് അത് പറയാൻ കിട്ടണമെങ്കിൽ മുഖ്ലിസീങ്ങളായ ഈമാനും തഖ്വയും നമുക്കുണ്ടാവണം. ഇഖ്ലാസുള്ള ഈമാനും തഖ്വയും നമുക്കുണ്ടാവണം. കാണാൻ പഠിച്ചുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. നമുക്കൊക്കെ അറിയാവുന്ന ദുആയാണത്. സുബ്ഹാനല്ലാഹ്. ഏതായാലും ഈ ചോദ്യങ്ങൾക്കൊക്കെ നമുക്കറിയാവുന്ന ചോദ്യോത്തരങ്ങളാണത്. ഏതായാലും ഈ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്ത് നിന്ന് വിളിച്ചു പറയപ്പെടും, എൻ്റെ അടിമ പറഞ്ഞത് സത്യമാണ്, അവന് സ്വർഗത്തിൻ്റെ വിരിപ്പിൽ കടത്തുക, സ്വർഗത്തിലേക്കുള്ള ഒരു വാതിൽ അവന് തുറന്നു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹുവെ, ഞങ്ങളെ കൂട്ടത്തിൽ ചേർക്കണ തമ്പുരാനെ. അപ്പം ആ ഖബറിലേക്ക് സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുകയായി, സ്വർഗത്തിൻ്റെ വിരിപ്പ് വിരിക്കുകയായി. എന്നിട്ട് പറഞ്ഞു, ഉറങ്ങിക്കൊടാ എന്ന് പറയുന്നതാണ്. സുബ്ഹാനല്ലാഹ്. നൗമത്തുൽ അറൂസ്, പുതിയാപ്പ ഉറങ്ങണ പോലെ ഉറങ്ങിക്കോ, അല്ല റാഹത്തായിട്ട് ഉറങ്ങിക്കോ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് പറയുകയാണ്, പിന്നെ അദ്ദേഹത്തിന് ഖബറിൽ വല്ലാത്തൊരു സുഗന്ധം അനുഭവപ്പെടുകയും ഖബർ വിശാലമാക്കപ്പെടുകയും കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കപ്പെടുകയും ചെയ്യും. ആ സമയത്ത് വളരെ സുന്ദരനായ മനോഹരമായി വസ്ത്രം ധരിച്ച സുഗന്ധമുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് പറയും, നിനക്ക് സ്വാഗതം, നിനക്ക് മംഗളം. അപ്പോൾ ഇയാൾ ചോദിക്കും, മരിച്ച ആൾ, ഇനിയിപ്പോൾ ആരങ്ങൾ ഞങ്ങളെ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ ആൾ പറയും, ഞാൻ നിൻ്റെ സൽക്കർമ്മങ്ങളാണ്, നീ ജീവിതകാലത്ത് ചെയ്ത സൽക്കർമ്മങ്ങളാണ് ഞാൻ. അപ്പോൾ ആ മയ്യത്ത് പറയും അത്രേ, അള്ളാഹുവേ, പെട്ടെന്നാവട്ടെ അന്ത്യനാൾ, ഖിയാമത്ത് നാൾ വേഗമാവട്ടെ, എനിക്കിവിടെ കൂടുതലൊന്നും കിടക്കാൻ വയ്യ, എനിക്ക് എൻ്റെ കുടുംബത്തിലേക്കും എൻ്റെ സമ്പത്തിലേക്കും ഒക്കെ ഒന്ന് മടങ്ങാമായിരുന്നു, ഖിയാമത്ത് നാളൊന്ന് പെട്ടെന്നാവട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് നിൻ്റെ അടുത്തേക്ക് വരണം. എൻ്റെ കുടുംബം സമ്പത്ത് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടാനുള്ളതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തില്ലേ, സ്വർഗത്തിൻ്റെ എല്ലാ സുഖസുഖനും കാണിച്ചു കൊടുത്തില്ല. അപ്പം അതങ്ങോട്ട് അനുഭവിക്കാനും ആസ്വദിക്കാനും തിടുക്കം കൂട്ടുകയാണ് ഇയാൾ. പഠിച്ചവനെ ഖിയാമത്ത് നാൾ പെട്ടെന്നാവട്ടെ എന്ന്. ഇങ്ങനെയാണ് മുഅ്മിനീങ്ങളായ ആളുകൾ മരണപ്പെടുക എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ ചേർത്തിരട്ടെ. ആമീൻ. നമുക്കിത് പറയാനും കേൾക്കാനും ഒക്കെ പിന്നെ രസമാണ്, അതല്ലെങ്കിൽ കേട്ടിരിക്കാൻ അത് ഉത്സാഹമാണ്, അല്ലേ? അത് അങ്ങനെ ആവാൻ നമുക്കതിലൊരു താല്പര്യമാണ്. നമുക്ക് എന്താണ് താല്പര്യം, അതിനുവേണ്ടി നമ്മൾ ദുആ ചെയ്യുക, അതിനുവേണ്ടി നമ്മൾ മെനക്കെടുക, നമ്മൾ പ്രയത്നിക്കുക. അപ്പോൾ അല്ലാഹു തആല അതിലേക്കുള്ള വഴി എളുപ്പമാക്കി തരും. നമ്മൾ വെറുതെ ദുആ ചെയ്തുകൊണ്ട് കാര്യമില്ല, ആഗ്രഹിച്ചതുകൊണ്ട് കാര്യമില്ല, അതിനുവേണ്ടി പ്രവർത്തിക്കുക കൂടി ചെയ്യണം. ഒരു സംഗതി നേടണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുക കൂടി ചെയ്യുമ്പോഴല്ലേ നമ്മൾ ആ മേഖലയിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അതാണ് അല്ലാഹു തആല ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്, നമ്മളെ പറഞ്ഞ് ആഗ്രഹം ജനിപ്പിക്കുകയാണ്. സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തരാണ്, ഖബറിലെ സുഖങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തരാണ്. മുഅ്മിനായ മനുഷ്യൻ അത് ആലോചിക്കട്ടെ, അത് ആഗ്രഹിക്കട്ടെ, അതിന് കൊതിക്കട്ടെ. കൊതിക്കുമ്പോൾ അവൻ എന്താ അതിനു വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെ അവൻ ഉഷാറാവട്ടെ എന്നൊരു താല്പര്യമാണ് ഇതിനൊക്കെ പിന്നിലുള്ളത്. അള്ളാഹു നമ്മളെ കൂട്ടത്തിലേക്ക് ചേർത്ത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത വിഷയങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.